പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു സോപ്പിൽ നിന്നും സർവകലാശാല വരെ എത്തിയ ഒരു ചെറിയ സോപ്പിന്റെ കഥയെക്കുറിച്ച്. നമ്മളെല്ലാവരും കേട്ട് കണ്ട് വളർന്ന ഒരു സോപ്പായിരുന്നു നിർമ്മ. ബ്രാൻഡിംഗ് ഗുരു കർസൻ ഭായ് പട്ടേലിന്റെ കൂടെ കഥയാണിത്. ചില ബ്രാൻഡുകളുടെ വിജയകഥ വളരെ രസകരമാണ്, ഒപ്പം നൊസ്റ്റാൾജിക്കുമാണ്. അത്തരത്തിലൊന്നാണ് സോപ്പ് പൊടികളുടെ കൂട്ടത്തിലെ താരമായിരുന്ന നിർമ്മ എന്ന ബ്രാൻഡിന്റെ കഥ. വീഡിയോ പൂർണ്ണമായും കാണുക. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന് തുടങ്ങുന്ന പരസ്യഗാനം റേഡിയോയിലൂടെ ടി-വിയിലൂടെ കേട്ടു വളർന്ന ഒരു ബാല്യകാലമുണ്ട് മലയാളികൾക്ക്. ബാല്യകാലത്തെ നൊസ്റ്റാൾജിയ നിറഞ്ഞ ഓർമ്മകളിൽ മുന്നിലായിരിക്കും ഈ റേഡിയോ ടി-വി പരസ്യങ്ങൾ. കാലാന്തരത്തിൽ പരസ്യം റേഡിയോകളിൽ നിന്നും അപ്രത്യക്ഷമായി. എന്നാൽ നിർമ്മ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി എന്ന് പറയാം. അഹമ്മദാബാദ് ആസ്ഥാനമായ നിർമ്മ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഡോക്ടർ കർസൻ ഭായ് പട്ടേൽ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. 3.5 രൂപയുടെ നിർമ്മ ഡിറ്റർജന്റിൽ നിന്നും അദ്ദേഹം വിഭാവനം ചെയ്ത തന്റെ ബിസിനസ് സാമ്രാജ്യം ഇന്ന് നിർമ്മ സർവകലാശാല വരെ എത്തി നിൽക്കുന്നു. ലക്ഷ്യബോധം, കഠിനാധ്വാനം, സ്ഥിരപരിശ്രമം, ആത്മവിശ്വാസം തുടങ്ങി വിജയിച്ച ഏതൊരു സംരംഭകന്റെയും നിഘണ്ടുവിലെ ഏറ്റവും മൂല്യമേറിയ പദങ്ങൾക്കൊപ്പം വിജയിക്കണമെന്ന അമിതമായ ആഗ്രഹമായിരുന്നു ഡോക്ടർ കർസൻ ഭായ് പട്ടേലിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. വെറും 100 ചതുരശ്ര അടിയിൽ വരുന്ന ഒരു മുറിക്കുള്ളിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം ഇന്ന് 15,000 പേർക്കാണ് ജോലി നൽകുന്നത്. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രചോദനമാണ് കർസൻ ഭായിയുടെ സംരംഭക ജീവിതം. സാധാരണക്കാർക്കുള്ള ഉൽപ്പന്നം അതായിരുന്നു നിർമ്മ. 1949 അഹമ്മദാബാദിൽ ജനിച്ച കർസൻ ഭായ് പട്ടേൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആഗ്രഹിച്ചത് ഒരു മികച്ച സംരംഭകനാകാനായിരുന്നു. എന്നാൽ 1969 കെമിസ്ട്രിയിൽ ബിരുദം നേടിയ അദ്ദേഹത്തിന് ഗുജറാത്ത് സർക്കാരിന്റെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ലഭിച്ചു. ജോലി മികച്ചതായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ സംരംഭകത്വം എന്ന മോഹം മാഞ്ഞില്ല. വളരെ കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ കഴിയുന്ന ബിസിനസ് ആശയങ്ങളാണ് അദ്ദേഹം തിരഞ്ഞുകൊണ്ടിരുന്നത്. ആ അന്വേഷണങ്ങൾക്കൊടുവിൽ കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സാധാരണ സംരംഭമാണ് ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം രാജ്യത്തെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ ഫോസ്ഫേറ്റ് ഫ്രീ ആയ സിന്തറ്റിക് വാഷിംഗ് പൗഡർ നിർമ്മിക്കാനായി തീരുമാനിക്കുന്നു. മികച്ച ഒരു ഉൽപ്പന്നം കണ്ടെത്തിയതോടെ ജോലി രാജിവെച്ച് മുഴുവൻ സമയ ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണത്തിലേക്ക് അദ്ദേഹം തിരിയുന്നു. എന്നാൽ ഉൽപ്പന്നം നിർമ്മിച്ചാൽ മാത്രം പോരല്ലോ, വിപണിയിൽ എത്തണ്ടേ, ആളുകൾ വാങ്ങാൻ തയ്യാറാകണ്ടേ, ബ്രാൻഡില്ല, പരസ്യം നൽകുന്നതിന് ആവശ്യമായ പണമില്ല. പക്ഷെ പിന്മാറാൻ അദ്ദേഹം ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. അഹമ്മദാബാദിലെ വീട്ടിൽ കഷ്ടിച്ച് 100 ചതുരശ്ര അടി മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞുമുറിയിൽ വില കുറഞ്ഞ ഡിറ്റർജന്റ് പൗഡർ അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരുന്നു. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഉൽപ്പന്നം പരിചയക്കാർക്ക് നൽകി. നല്ലൊരു ജോലി ഉപേക്ഷിച്ച് സോപ്പ് പൊടി ഉണ്ടാക്കാൻ നടക്കുന്നു എന്നും പറഞ്ഞ് നിരവധി പേർ അദ്ദേഹത്തെ കളിയാക്കി. വിലക്കുറവ് എന്ന ബ്രാൻഡിംഗ് തന്ത്രമാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. പരസ്യം ചെയ്യാനും മാർക്കറ്റിംഗ് നടത്താനുമൊന്നും പണമില്ലാതിരുന്ന സമയത്ത് നിർമ്മ എന്ന ബ്രാൻഡിന്റെ വിപണന മൂല്യമായത് അതിന്റെ വിലക്കുറവായിരുന്നു. പാക്കറ്റുകളിലാക്കി തന്റെ സൈക്കിളുകളിൽ വീടുകൾ തോറും കയറി ഇറങ്ങിയായിരുന്നു വിൽപ്പന. വിലക്കുറവിൽ വീട്ടുമുറ്റത്ത് ഉൽപ്പന്നമെത്തിയപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു. വെള്ള നിറത്തിലുള്ള സാധാരണ ഡിറ്റർജന്റ് പൗഡറുകൾക്കിടയിൽ മഞ്ഞ നിറത്തിലുള്ള അദ്ദേഹത്തിന്റെ പുതിയ ഡിറ്റർജന്റ് സ്ഥാനം പിടിച്ചു. പതിയെ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു. 21-ാം വയസ്സിൽ സംരംഭകത്വത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹം 1 കിലോ ഡിറ്റർജന്റ് പൗഡറിന് 3.5 രൂപ എന്ന കണക്കിലാണ് വിറ്റിരുന്നത്. അന്നത്തെ വിപണിയിൽ മറ്റ് മുൻനിര ബ്രാൻഡുകൾ കിലോയ്ക്ക് 10ഉം 12ഉം രൂപ ഈടാക്കുമ്പോഴായിരുന്നു വിലക്കുറവിന്റെ പേരിൽ കർസന്റെ പുതിയ ഡിറ്റർജന്റ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. അവിടെ നിന്നും നിർമ്മ എന്ന ബ്രാൻഡ് വളർച്ച ആരംഭിക്കുകയാണ്. നിർമ്മ എന്ന പേരുണ്ടായത് എങ്ങനെ? ബ്രാൻഡിങ്ങിന്റെ ആദ്യ പടിയാണ് നിർമ്മ എന്ന പേര് നൽകിയത്. മകളുടെ പേരായ നിരുപമയിൽ നിന്നുമാണ് നിർമ്മ എന്ന പേര് വികസിപ്പിച്ചത്. ലക്സ്, സർഫ് തുടങ്ങിയ ബ്രാൻഡുകൾ വിപണിയിൽ കടുത്ത മത്സരം നടത്തുന്ന സമയത്താണ് നിർമ്മ വിപണിയിലെത്തുന്നത് ഓർക്കുക. എന്നാൽ ഉൽപ്പന്നത്തിന്റെ മേന്മ കൊണ്ട് തന്നെ നിർമ്മ ജനകീയമായി. പിന്നീട് ആവശ്യക്കാർക്കൊപ്പം ഡീലർമാരുടെ എണ്ണം കൂടി വർദ്ധിച്ചതോടെ പരസ്യങ്ങളിലേക്ക് കടന്നു. റേഡിയോ, ടി-വി തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ നടത്തിയ പരസ്യ ക്യാമ്പയിനാണ് ശ്രദ്ധേയമായത്. വാഷിംഗ് പൗഡർ നിർമ്മ എന്ന പരസ്യഗാനം കേരളത്തിൽ ഹിറ്റായതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഹിറ്റായി എന്നത് ഗുണമേന്മയ്ക്കൊപ്പം ഭാഗ്യം കൂടി തണലായതുകൊണ്ടാണ്. പലപ്പോഴും കടകളിൽ നിർമ്മ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇതിനു പിന്നിൽ കർസൻ ഭായ് എന്ന ബ്രാൻഡിംഗ് ഗുരുവിന്റെ തന്ത്രമായിരുന്നു. പരസ്യ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ കർസൻ ഭായ് വിപണിയിൽ നിന്നുള്ള മുഴുവൻ സ്റ്റോക്കുകളും പിൻവലിച്ചിരുന്നു. പരസ്യം കണ്ട് ഉൽപ്പന്നം ചോദിച്ചെത്തുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കടയുടമ പറയുമായിരുന്നു. അപ്പോൾ ആളുകൾ കാത്തിരുന്ന് ഉൽപ്പന്നം സ്വന്തമാക്കി. ആളുകൾ നിർമ്മ എന്ന ബ്രാൻഡിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്തു. അങ്ങനെ സോപ്പ് വിപണിയിലെ 20% 1980കളിൽ നിർമ്മ സ്വന്തമാക്കി. 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഡിറ്റർജന്റ് പൗഡറായി നിർമ്മ മാറുന്നു. വിലവർധന പയ്യെ മാത്രമായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചത്. ഉൽപാദനം തുടങ്ങി 10ാം വർഷമാണ് നിർമ്മ ഡിറ്റർജന്റിന്റെ വില 3.5 രൂപയിൽ നിന്നും 13 രൂപയിലേക്ക് എത്തുന്നത്.
അപ്പോഴേക്കും ഗുണമേന്മ മൂലം നിർമ്മ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു. പലപ്പോഴും മുൻകൂട്ടി പണം അടച്ചുവരെ ഡിറ്റർജന്റ് പൗഡർ വാങ്ങുന്നതിനായി ആളുകൾ തയ്യാറായിരുന്നു. അടുത്ത പടി വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്നതായിരുന്നു. അതിന്റെ ഭാഗമായി ടോയ്ലറ്റ് സോപ്പ്, ബാത്ത് സോപ്പ്, പ്രീമിയം ഡിറ്റർജന്റ് പൗഡർ തുടങ്ങി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ പ്രധാന വിപണികളായി. 15,000-ലധികം ആളുകളാണ് ഇപ്പോൾ കമ്പനിക്ക് കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ജോലി ചെയ്യുന്നത്. നോക്കുക, വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ് ഇതിന്റെ വിജയം. എപ്പോഴും ഒരേ ഫോർമുല ബിസിനസ്സിൽ പിന്തുടരാതെ വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കർസൻഭായിയുടെ തന്ത്രം. 1995-ൽ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഡോക്ടർ കർസൻഭായ് പട്ടേൽ അഹമ്മദാബാദ് ആസ്ഥാനമായി നിർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആരംഭിക്കുന്നു. പിന്നീട് നിർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന പേരിൽ ഒരു MBA കോളേജ് ആരംഭിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഇവ രണ്ടും ശ്രദ്ധേയമായതോടെ ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് 2003-ൽ നിർമ്മ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് രൂപം നൽകുന്നു. നിർമ്മ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. NAC A ഗ്രേഡ് സർട്ടിഫിക്കേഷനാണ് അഹമ്മദാബാദ് ആസ്ഥാനമായ നിർമ്മ സർവകലാശാലയ്ക്കുള്ളത്. കർസൻഭായ് പട്ടേലാണ് നിർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ചെയർമാൻ. ഈ വീഡിയോയിലൂടെ നിർമ്മ എന്ന ജനകീയമായ കൊച്ചു സോപ്പിന്റെ സർവകലാശാല വരെയുള്ള ഉയർച്ചകൾ നമ്മൾ ചർച്ച ചെയ്തു. കർസൻഭായിയുടെ വിജയ തന്ത്രങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.